ശംഖുമുഖത്ത് മദനി പങ്കെടുക്കുന്ന പിഡിപിയുടെ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ആർ അജയ് ഘോഷ് ഇപ്പോൾ അവിടെ നിന്നും നമ്മോടൊപ്പമുണ്ട്. അജയ് ഘോഷ്, അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? വളരെ വലിയ മഴ, കനത്ത മഴയായിട്ട് കൂടി തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പിഡിപി പ്രവർത്തകർ ഇതിനകം തന്നെ ശംഖുമുഖത്ത് കടപ്പുറത്ത് തടിച്ചുകൂടി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് ആവർത്തിച്ചാവർത്തിച്ച് ഇവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പ്രവർത്തകരുടെ ഒരു ആവേശ കടൽ തന്നെയാണ് ശംഖുമുഖം കടൽത്തീരം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. മഴയായിട്ടുകൂടി നിരവധി പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും വരെയുള്ള പ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വലിയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ചാനലുകളുടെയും തത്സമയ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സുശക്തമായ ഒരു പോലീസ് സംവിധാനത്തിന്റെ കീഴിലാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ പൊതുപരിപാടി ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. മദനിയുമായി ബന്ധപ്പെട്ട ഓരോ വാക്കുകളും വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. കൈയടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും ഒരു കാരണവശാലും ഇനി തീവ്രവാദത്തിലേക്ക് പോകില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമാണ് യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ ഇതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിഡിപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 10 വർഷക്കാലം തലവറയ്ക്കുള്ളിൽ കഴിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തെക്കൻ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് പിഡിപി പ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. വളരെ സുശക്തമായ, അശ്വതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സുശക്തമായ പോലീസ് സംവിധാനത്തിന്റെ കീഴിലാണ് പരിപാടികൾ നടക്കുന്നത്. അല്പസമയത്തിനകം ഈ പരിപാടി മദനി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അശ്വതി. അജയ് ഘോഷ്, ആരൊക്കെയാണ് ഈ യോഗത്തിൽ മദനിയെ കൂടാതെ പങ്കെടുക്കുന്നത്? അശ്വതി, ഇപ്പോൾ നമുക്കിവിടെ ലഭ്യമായ വിവരമനുസരിച്ച് പിഡിപിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളിലെ എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ പിഡിപി പ്രവർത്തകർ പറഞ്ഞിരുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടെ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എങ്കിലും പിഡിപിയുടെ സമുന്നതരായിട്ടുള്ള എല്ലാ നേതാക്കളും തന്നെ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനും മദനിക്കൊപ്പം ബാക്കി നേതാക്കളും എത്തുന്നതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ഏതെങ്കിലും മന്ത്രിമാരോ മറ്റോ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ പറയാൻ പാകത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു കാര്യം എന്ന് പറയുന്നത്, കനത്ത മഴയായിട്ട് കൂടി പ്രതികൂല സാഹചര്യമായിട്ട് കൂടി ഈ പരിപാടിയുടെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ഗൗരവം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വലിയ ഒരു യുവ സമൂഹം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാം. മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഈ പ്രവർത്തകരുടെ ചെറിയ കൂട്ടങ്ങളായിട്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെ ഇനി തീവ്രവാദത്തിലേക്ക് ഞങ്ങളില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതാണ്ട് എല്ലാ ചാനലുകളും ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം അദ്ദേഹം എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണുള്ളത്. അശ്വതി. നന്ദി അജയ് ഘോഷ്. തീവ്രവാദത്തിലേക്ക് പോകില്ലെന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞു. മുസ്ലിം ലീഗിന് ബദലല്ല പിഡിപിയുടെ ലക്ഷ്യമെന്നും മദനി പറഞ്ഞു. മതനിരപേക്ഷ നിലപാട് തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തീവ്രവാദത്തിന്റെ പാതയിലേക്ക് എന്തായാലും പോകില്ല, അത് ഉറപ്പിക്കാം. മുമ്പ് തീവ്രവാദിയായിരുന്നോ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് പോയിട്ടുണ്ടെന്നോ നിങ്ങൾ കരുതുന്നെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. തന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് മദനി വാർത്താ സമ്മേളനം തുടങ്ങിയത്. തന്റെ ജയിൽവാസത്തിന് പിന്നിൽ ചില കറുത്ത കരങ്ങളുണ്ടെന്നും പക്ഷേ ഇപ്പോൾ ആർക്കെതിരെയും ഒന്നും പറയുന്നില്ലെന്നും മദനി പറഞ്ഞു. രാഷ്ട്രീയമായോ അല്ലാതെയോ ഒക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്റെ ജയിൽ മോചനത്തിന്റെ ഘട്ടം വളരെ ജാമ്യം കിട്ടാനുള്ള വളരെ തൊട്ടടുത്ത ഘട്ടത്തിലെത്തുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും എക്സ്ട്രാ ജുഡീഷ്യൽ വർക്ക് എന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. എന്റെ കേസുകളിൽ ഞാൻ പലപ്പോഴും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ സമീപിച്ചപ്പോൾ. പക്ഷെ അതെല്ലാം ഞാൻ ആ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിഡിപിയെ സാമൂഹ്യ സേവനം പ്രധാന അജണ്ടയാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തന്റെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതിക്കെതിരെ കേസ് തുടരാൻ താൽപര്യമില്ല. ജയിൽവാസത്തിനിടെ പിഡിപി നടത്തിയ സമരത്തിൽ ബുദ്ധിമുട്ടുണ്ടായവരെ കണ്ടെത്തി നഷ്ടപരിഹാരം നൽകും. തനിക്കെതിരെ കേരളത്തിലെ പ്രസംഗത്തിന്റെ അടക്കം തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ലെന്ന ബിജെപി പ്രസിഡന്റ് ആരോപണം തെറ്റാണ്. ISSന്റെ രൂപീകരണം മുതൽ ഇതുവരെ ചില പാളിച്ചകളുണ്ടായി, അത് തിരുത്തും. കേരളീയ സമൂഹത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ഞാൻ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. LDFും UDFും സ്വീകരിച്ച സമീപനത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കരുതലോടെയാണ് പ്രതികരിച്ചതെങ്കിലും
പൊതുവെ ഇടതുപക്ഷത്തോട് അനുകൂലമായ സമീപനമാണ് മദനിയുടെ വാക്കുകൾ കേട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുന്നണി എന്ന നിലയിൽ യുഡിഎഫ് തന്റെ മോചനത്തിന് ശ്രമിച്ചില്ലെന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞു. കേരളത്തിൽ മൂന്നാം മുന്നണി രൂപീകരിക്കുമെന്ന് മദനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം വഴി മസ്കറ്റിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അബ്ദുൽ നാസർ മദനി മാധ്യമപ്രവർത്തകരെ കണ്ടത്. യുഡിഎഫ് എന്ന മുന്നണിയിൽ നിന്ന് താൻ പ്രതീക്ഷിച്ച സഹായം തടവിലായ ശേഷം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പോ ഒരു പരാതിക്കും ഒരു കുറ്റാരോപണത്തിനും തയ്യാറാകുന്നില്ല. യുഡിഎഫ് ഭരിക്കുമ്പോഴും വ്യക്തിപരമായി ഉമ്മൻചാണ്ടി, വയലാർ രവി, VM സുധീരൻ തുടങ്ങിയവരൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. യുഡിഎഫ് എന്ന സംവിധാനം ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. PDP ശക്തമായ പിന്തുണ കൊടുത്തെങ്കിലും കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടപ്പോൾ എനിക്ക് കേരളത്തിൽ വരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട് എനിക്ക് എന്നെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനെതിരായിട്ട് അന്ന് പ്രഖ്യാപിച്ച ആ ഒരു കേരളത്തിൽ നിന്നുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സന്ദേശത്തെ പിടിച്ചുകൊണ്ടാണ് ഇത്രയും കാലം എനിക്കെതിരെ ശക്തമായ ഒരു ബാൻ ഓർഡർ തന്നെ തമിഴ്നാട്ടിൽ നിലനിർത്തിയത്. ആ ബാൻ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് പോലും തടസ്സമുണ്ടായത്. മൂന്നാം മുന്നണി തന്നെയാണ് PDPയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മദനി വ്യക്തമാക്കി. കേരളത്തിൽ നിലവിൽ വളരെ പെട്ടെന്നൊരു മൂന്നാം മുന്നണി ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ നിലവിലുള്ള ഈ രണ്ട് മുന്നണികൾക്ക് മാത്രമാണ് സ്വാധീനമെന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൂടായികയില്ല. PDP ശ്രമിക്കുമോ? PDP അവർണ വിഭാഗത്തിന് അധികാരം കിട്ടുന്നതിനാവശ്യമായ, അവർണ വിഭാഗത്തിന് കൂടുതൽ അധികാര പങ്കാളിത്തം കിട്ടുന്നതിനാവശ്യമായ ഒരു സംവിധാനത്തിന് വേണ്ടി PDP എപ്പോഴും ശ്രമിച്ചു. ഒരു മുന്നണി ആയിരിക്കുമോ എന്നാണ് ചോദ്യം. നാളെ അതങ്ങനെ ആയിക്കൂടാന്നില്ല. പക്ഷെ ഇപ്പോൾ PDP ഉടനെ ആ ഒരു ശ്രമത്തിലേക്ക് നീങ്ങുന്നില്ല. താനൊരിക്കലും ഒരു മുസ്ലിം നേതാവ് മാത്രമായിരുന്നിട്ടില്ല. പിന്നോക്ക മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താവല്ല. ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങളും ദലിതുകളും പിന്നോക്ക വിഭാഗങ്ങളും ഉൾപ്പെടുന്ന മർദ്ദിത സമൂഹത്തിന്റെ യൂണിറ്റി ഉണ്ടാകണമെന്നും അതിലൂടെ ഒരു കേരളത്തിലെ അവശ്യ ജനവിഭാഗങ്ങൾക്ക് അധികാര പങ്കാളിത്തം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് എന്നോട് വിരോധം വരേണ്ട കാര്യവുമില്ല. ഞാൻ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. PDPയെ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റമായി വളർത്താനുള്ള നടപടികൾ തുടങ്ങിയതായും മദനി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് രണ്ടാം സ്ഥാനം കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ അവശ്യ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ എന്റെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത പാർട്ടി വേദിയിൽ. ബിനി ജോസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. രാവിലെ 9:30യോടെയാണ് അബ്ദുൽ നാസർ മദനി കൊച്ചിയിൽ നിന്നും വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. വിമാനത്താവളത്തിൽ മദനിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. മകനെ വർഷങ്ങൾക്ക് ശേഷം ജയിലിന് പുറത്ത് നേരിട്ട് കാണാൻ മദനിയുടെ മാതാപിതാക്കളായ അബ്ദുൾ സമദും അസ്മാബിയും രാവിലെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു. PDP നേതാക്കളും നിരവധി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. കനത്ത പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിരുന്നു. നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയും. ആ സത്യം ഇപ്പോഴെങ്കിലും വെളിപ്പെട്ട് അപ്രകാരം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായതിൽ വളരെയേറെ ആശ്വാസമുണ്ട്. കോടതിയുടെ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ കോടതിയിലുള്ള ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതിന് ഉറപ്പാക്കുന്നതിന് അത് ഉപകരിച്ചിട്ടുണ്ട്. അതിനയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം നന്ദി പറയുന്നു. മണിയോടെ അബ്ദുൽ നാസർ മദനി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. 9 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തിരുവനന്തപുരത്ത്. പിന്നീട് പ്രത്യേക വാഹനത്തിൽ ഭാര്യ സൂഫിയ മദനിക്കും മക്കൾക്കും നേതാക്കൾക്കുമൊപ്പം മസ്കറ്റ് ഹോട്ടലിലേക്ക്. വഴിനീളെ നിരവധി PDP പ്രവർത്തകരും നാട്ടുകാരും മദനിയെ അഭിവാദ്യം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.